നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള വ്യക്തിബന്ധം അവസാനിച്ചു, ഇനി അതിന് സ്കോപ്പില്ല എന്ന് US മുൻ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ജോൺ ബോൾട്ടൺ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിൽ എല്ലാവരും ഇളകുകയാണ്. കഴിഞ്ഞ ദിവസം നയതന്ത്ര വിദഗ്ധൻ എഡ്വേർഡ് വന്ന അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ആദ്യമായി ട്രംപ് സർക്കാരിൽ നിന്ന് NSA ആയി സേവനമനുഷ്ഠിക്കുന്ന ബോൾട്ടൺ പറയുന്നത്, ആദ്യ ട്രംപ് സർക്കാരിൽ, നേരത്തെ ട്രംപ് സർക്കാരിൽ NSA ആയിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടായിട്ടിരുന്ന ബോൾട്ടൺ പറയുന്നത്, നരേന്ദ്രമോദിയുമായി വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു മോഡിക്കുണ്ടായിരുന്നത്. US പ്രസിഡന്റുമായി ഇനി അടുത്ത ബന്ധം പുലർത്തിയാലും ലോക നേതാക്കൾക്ക് വലിയ ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ബോൾട്ടൺ മുറിയിൽ 2 പതിറ്റാണ്ടിലെ ഇന്ത്യ-US ബന്ധത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബോൾട്ടൺ ട്രംപിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. വളരെ കൃത്യമായ ഒരു വിമർശനമാണ് ട്രംപ് വച്ചിരിക്കുന്നത്, അല്ലെ ഈ ബോൾട്ടൺ വച്ചിരിക്കുന്നത്. രാജ്യാന്തര ബന്ധങ്ങളെ കാണുന്ന നേതാക്കളുടെ വ്യക്തിഗത ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ US-ഉം റഷ്യയ്ക്കുമിടയിൽ നല്ല ബന്ധമുണ്ടാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അല്ലെന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർട്ടറുമായും ട്രംപിന് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം, എന്നാൽ അതൊരിക്കലും ഗുണകരമാകില്ല. മോശം സാഹചര്യത്തിൽ സംരക്ഷണം ലഭിക്കുകയുമില്ല. ബ്രിട്ടീഷ് മീഡിയ പോർട്ടൽ LBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. വളരെ കൃത്യമായ രീതിയിലാണ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ബോൾട്ടർ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. മോഡിയോട് നമുക്ക് വേറെ എതിർപ്പ് അല്ല, ഡൊണാൾഡ് ട്രംപിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അവർ തീരുവ ഏർപ്പെടുത്തിയതും ഇന്ത്യയെ പൂട്ടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായി തിരിച്ചടിക്കുന്ന കഥയാണ് കണ്ടത്. ഇതിൽ വളരെ വളരെ വലിയ തോതിൽ അമേരിക്കയിലെ സുരക്ഷാ ഉപദേഷ്ടാവും ഇതിനകത്ത് പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. നമ്മയല്ല കുറ്റം പറയുന്നത്, ട്രംപിനെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത്. സൈനിക മേധാവിയും പറയുന്നു, നയതന്ത്ര വിദഗ്ധന്മാരും പറയുന്നു. അപ്പോൾ അമേരിക്കയിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാവരും രംഗത്ത് വന്നിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ. ട്രംപിൻ്റെ മണ്ടൻ തീരുമാനങ്ങൾ ഇന്ത്യയെപ്പോലുള്ളൊരു മഹത്തായ രാജ്യത്തെയും നരേന്ദ്രമോദിയെപ്പോലുള്ളൊരു പ്രധാനമന്ത്രിയുടെ വ്യക്തിബന്ധവും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി വ്യക്തിബന്ധം ഉണ്ടായിട്ടും കാര്യമില്ല. കാര്യം ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഗംഗയിലെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ഇനി വരാനുള്ളത് ഫ്രഷ് വാട്ടറാണ്. അതുകൊണ്ട് ഇനി വരുന്ന വെള്ളം ചിലപ്പോൾ ഈ നിന്ന വെള്ളത്തിൻ്റെ കഥയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ഒത്തുതീർപ്പുകളായി, കൂട്ടുകെട്ടുകളായി ഇന്ത്യ ബഹുദൂരം മറ്റു രാജ്യങ്ങളുമായി, ചൈനയുമായും റഷ്യയുമായിട്ടൊക്കെ വളരെ ബഹുദൂരം മുന്നിൽ പോയി. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ കളി, ട്രംപിൻ്റെ ഈ നിലപാടുകൾ വളരെ വലിയ തിരിച്ചടിയാണ് അമേരിക്ക കാത്തിരിക്കുന്നതെന്നാണ് അവിടുത്തെ സുരക്ഷാ ഉപദേഷ്ടാവും നയതന്ത്ര ഉപദേഷ്ടാവും പ്രതിരോധ ഉപദേഷ്ടാവും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പേഴ്സണാലിറ്റികളും അമേരിക്കയിൽ പറഞ്ഞു തുടങ്ങി. ഇത് വലിയ അബദ്ധമാണ് ട്രംപിന് പറ്റിയിരിക്കുന്നത്. ഇതിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഈ തിരിച്ചടി നേരിടാൻ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഈ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേറൊരു വർത്തമാനത്തിൽ പറഞ്ഞ് അദ്ദേഹം നടക്കുകയാണ്. എന്തായാലും ട്രംപിൻ്റെ ഈ തീരുമാനം വളരെ മോശമാണെന്ന് അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. തീർച്ചയായിട്ടും ഗൗരവമായ മാറ്റമാണ് അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ വന്നിരിക്കുന്നത്. അത് അവസാനം വന്ന് വ്യക്തിബന്ധത്തിന് പോലും വിള്ളലുണ്ടാവുന്ന രീതിയിൽ മോഡിയെ 4 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. വളരെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും വിള്ളലുണ്ടാകുന്ന നിലയിലേക്ക് മാറുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും അമേരിക്ക ഇന്ത്യ ബന്ധം ഉലഞ്ഞു കഴിഞ്ഞു.